തറവാട്ടുപുളി എന്ന് പറയുന്ന മുളക് വറുത്ത പുളി പാലക്കാട്ടുകാരുടെ മെയിൻ കറിയാണ്. അതിൻ്റെ റെസിപ്പിയാണ്. ആദ്യം കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, കറിവേപ്പില, ചെറിയ ഉള്ളി 1 പിടി അരിഞ്ഞതും 4 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയ ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൽ ഒഴിക്കുക. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ അതിലിടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മുളക് വറുത്തപ്പുളി റെഡിയായി. ഇത് പറ്റിച്ച കറിയാണ്. അതിന് ഞാൻ നാടൻകായ് വഴുതനങ്ങ 2 എണ്ണവും 1 ഉരുളക്കിഴങ്ങും 1 വലിയ സവാള ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. പണ്ടൊക്കെ കൂട്ടുകുടുംബത്തിൽ ഓരോ നേരം ഒക്കെ ഭക്ഷണത്തിനൊക്കെ തികയാണ്ടാവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കുന്ന കറികളാണിത്. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടി കറിവേപ്പില ഇട്ട ശേഷം ഈ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് അതിൽ ശകലം വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കുക. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതായത് 1 പിടി ചെറിയ ഉള്ളി തൊലിച്ച് അതിൽ 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ച് എടുത്തോളൂ. ഞാനൊരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിങ്ങനെ വറ്റിച്ച കറിയായിട്ട് ഇറക്കുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്കിത് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉണക്കച്ചെമ്മീനോ മാന്തളുണ്ടല്ലോ, ഉണക്കമീൻ മാന്തളോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ സമയത്ത് ഈ മുളക് ഒഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചാൽ വളരെ ടേസ്റ്റാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ വറ്റിച്ച കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഷ്ണങ്ങൾ വെന്ത ശേഷമാണ് നമ്മൾ ഈ മുളകിൻ്റെ കൂട്ടതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യുക. താങ്ക് യു.